ഗായത്രി ഛന്ദസ് എന്ന് പറയും. ഛന്ദസ് എന്ന് വെച്ചാൽ വൃത്തം. ആദ്യത്തെ വരിയിൽ 8 അക്ഷരം, രണ്ടാമത്തെ വരിയിൽ 8 അക്ഷരം, മൂന്നാമത്തെ വരിയിൽ 8 അക്ഷരം, ഇങ്ങനെ ചേർത്ത് ഇതിനെ ഗായത്രി ഛന്ദസ് എന്ന് പറയും. അപ്പോൾ ചിലർ ഇതിന് പറയാറുണ്ട് ഇതിന് ആകെ 23 അക്ഷരമേ ഉള്ളൂ, ആദ്യത്തെ വരിയിൽ 8 ഇല്ല, 7 ഉള്ളൂ. ശരിയാണ്. തത് സൗദർ വരേണ്യം, വരേണ്യം എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞു വരേണ്യം എന്നുള്ളതിനെ വരേണ്യമാക്കണം. വരേണ്യം എന്നതിനെ യായും മായും കൂടെ വരേണ്യമാക്കുമ്പോൾ അവിടെ ആദ്യത്തെ വരിയിൽ 8 അക്ഷരം വരും എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അത് വേണ്ട, ഓം കൂടെ ചേർത്താം. അപ്പോൾ ഓം തത് സൗദർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാ. ഇപ്പോഴും മന്ത്രം അപൂർണമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ 3 വാക്കുകൾ കൂടെ ചേർക്കാനുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഭൂ, ഭുവ, സ്വ. ആ 3 വാക്ക് ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ബ്രഹ്മം, ഈ ബ്രഹ്മത്തിന് 7 അവയവങ്ങളുണ്ട്. ഭൂ, ഭുവ, സ്വ, തപ്, സത്യം, തപസ്, സത്യം, ജന എന്ന് തുടങ്ങി 7 അവയവങ്ങളുണ്ട്. ഇത് 7 ബ്രഹ്മത്തിൻ്റെ അവയവമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ 3 അവയവങ്ങൾ, ബ്രഹ്മത്തിൻ്റെ 3 അവയവങ്ങൾ ഈ മന്ത്രത്തിൽ കൂടെ ചേർക്കുന്നു. ഭൂർ, ഭുവ, സ്വ. ഭൂമി, അന്തരീക്ഷം, സ്വർഗം. ഇനി ചിലർ പറയുന്നു ഇതല്ല, സത്, ചിത്, ആനന്ദം. ഭൂ എന്ന് വെച്ചാൽ സത്, ആ ക്രമത്തിൽ പരമാനന്ദം, സച്ചിദാനന്ദം. ഈ മന്ത്രം പറഞ്ഞാൽ അതുകൊണ്ട് ഈ സച്ചിദാനന്ദം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം മന്ത്രം പൂർണ്ണമായില്ലേ? ഓം ഭൂർ ഭുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാൻ. ഇതിൻ്റെ അർത്ഥമൊക്കെ വളരെ എല്ലാവർക്കും അറിയാം. ആ പരമമായ ബ്രഹ്മത്തെ ഞാൻ എന്ന് പറഞ്ഞ് ആ ചുരുക്കി ഞാൻ പറയുന്നു. ആ പരമമായ ബ്രഹ്മം ഏതാണ്? അപ്പം സൂര്യ തേജസ്. സൂര്യ തേജസ് എന്ന് പറയുമ്പോൾ അതിനും അപ്പുറത്ത് പരബ്രഹ്മം, പരബ്രഹ്മത്തെ ഞാൻ നമിക്കുന്നു എന്നാണ്. അപ്പോൾ